ഓം ഗം ഗണപതി നമ. സം സരസ്വതി നമ. ഗും ഗുരുഭ്യോ നമ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീന്ദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം വേദസ്വരാമായണം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം തുടർച്ച. ബാലീവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാവി വിസ്മിതനായോരു ബാലിയും ബദ്ധ്വാവരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തു പത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തോരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളോരു മിത്രം അവനുണ്ടു പിന്തുണ നിർണയം. ബാലിയും ധാരയോടാശു ചൊല്ലിയിടിനാൻ. ബാലേ ബലാതൊരു ശങ്കയുണ്ടാവല കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീ ഒരു കാര്യം ധരിക്കേണമോമലേ. ബന്ധുവായാലുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകിനോ ഹന്തവ്യനെന്നാൽ അവനു മറിക നീ. ശത്രുവായുള്ളവൻ വന്നു ഗ്രഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ വീരുവായുള്ളിൽ അടച്ചതു ചൊല്ലുമീ. വൈരിയെ കൊന്നു വിരവിൽ വരുവ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലവേ. താരയും ചൊന്നാളതു കേട്ടവനോട് വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമസുതനങ്കതനം നേരം കേട്ടോരു ദന്തമെന്നോടു ചൊന്നാലതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനി. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുട നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ. ദണ്ഡകാനനെ വന്യാസനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷ്യമൂകാജനെ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്ന അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാൽ അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയും മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നോരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരം മൻകഥനേനും അന്നേരം. അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവരെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തു വന്നിതിപ്പോൾ. അതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുകയിളമയായി യാഗിമാം നീ ശരണമായി വേഗേന
പാഹിമാം അംഗദൻ രാജ്യം പുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്നനുരാഗവശേന പറഞ്ഞിതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായതുമേ നാസ്തി ഭയം മമ വല്ലവേ കേൾക്കനീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി പാരഹരണാത്തവെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാരാമനീശ്വരൻ തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മൽഗ്രഹത്തിങ്കൽ ഉപകാരവും നേരും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ തന്നെ വജിക്കുന്നവരെ വജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തികന്യൻ പരമേശ്വരൻ വല്ലവേ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി ഉത്തരലോചനെ പൂർണ്ണഗുണാംബുദേ. ഇത്തമാശ്വാസ്യ വൃത്രാരാതിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാപരിക്കരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കൃത. താരയും അശ്രുഗണങ്ങളും വാർത്താരൂഢതാപമകത്തു പൊക്കിയിടിനാൾ. പല്ലും കടിച്ചലവിക്കൊണ്ടു ഭാര്യയും നില്ലുന്നില്ലെന്നണഞ്ഞൂറു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാം. മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽകൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും വിരണ്ടും ഉരുണ്ടും ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചെടുക്കയും കൂടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടേ കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലം താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശരീരങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തു കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീര വാട്ടമൊരുത്തരും ഏതുമേ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും വേദിച്ചിത് അർക്കധനേനു വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കി. അഗ്രജമുഷ്ടിപ്രകരങ്ങളേറ്റയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ നഷ്ടപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമ്മാറയച്ചരുളിടിനാൻ. ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവണ്ണങ്ങളറി വീണിടിനാൻ ബാലിയും. ഭൂമിയും ഒന്ന് വിറച്ചിടം നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾ സുതൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘൂത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ധീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു സർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ഛവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അന്യസാം കണ്ടു ഗർഗിച്ചു പറഞ്ഞിതു ബാലിയും. ഉണ്ടായ കോപഹേതാകുലചേതസാം. എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതു, എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു
രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ? എന്തോരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ട് ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ ഒരു വിജയിക്കേണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതുമെന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും. രക്ഷോവരണ്ടാവജ്ഞയെ കട്ടതിന്നർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീരേ. ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാം എന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികുടമൂലത്തോടും ശങ്കാവിഹീനം ദശാസനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനു മോദരാൽ. ധർമ്മിഷ്ഠനെന്നു ഭവാന ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനരമാംസം അഭക്ഷ്യമത്രേ ബദമാനസേ തോന്നിയതെന്തിതു ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘൂത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നത് നീലേ ഞാൻ. പാവിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബന്ധനായി. നിന്നെ നീയേതുമറിയാഞ്ഞതുമെടും. പുത്രി ഭഗിനിയും സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ. വേദമില്ലെന്നല്ലോ വേദവാക്യം. അതു ചേതസി ഭോഗാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി. താപം അവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ. നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായവരോടിതും പാപത്തിനായി വരും ഭാവികൾക്കേറ്റവും. ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം. ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം മമാപരാധം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗരാഘവാം. നാരായണൻ നിന്തിരുവഴി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാകണ്ട ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാം അവിദുർലഭം മോക്ഷപ്രദം തവദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്നിതാകയാൽ ഇന്നു നീ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടമ്പോട് നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായ നിന്നുടെ ഭാഗ്യതിരേകമികൊണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകിതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പത്നികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്കിരതാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കേണം ഭഗവാനേ. എന്നോട് തുല്യബലനാകും അംഗതൻ തന്നിൽ തിരുവുള്ള ഉണ്ടായിരിക്കണം. അർക്കതനേനും അംഗത ബാലനും ഒക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈക്കൊണ്ടടിയനെ എന്നോടുമെല്ല തലോടുകയും വേണം എന്നത് കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും വാർത്തുവാനൽ ദേഹം ഉപേക്ഷിച്ചു ഭാര്യയും
യോഗീന്ദ്ര വൃന്ദ ദുരാപമായുള്ള ഒരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മന ബാലിരാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗകമ്പയത്തോടോടി വേഗേന ബുക്കിതു കിഷ്കിന്ധയായ പുരാജിരെ ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ. ശ്രീരാമസായകമേറ്റുരണാജിരേതാരെ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു കോപിച്ചു കൊള്ളുക കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിവന്നികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടോരു താരയും ഓലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി ദാടിച്ചു ഗദ്ഗതവാച പറഞ്ഞു പലതരം. എന്തിനെനിക്ക് നീ പുത്രനും രാജ്യവും എന്തിനും ഭൂതലവാസവും വൃഥാം. ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. വിത്തം കരഞ്ഞവൾ ചെന്നുകൻ രക്തമാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേബരം കണ്ടു മോഹം പൂണ്ടു. പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു എന്നു വാദാന്തികേ താരയും കേണു തുടങ്ങിനാൻ പിന്നെ പലതരം. ബാണമെയ്തെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥെന്നു വിരിഞ്ഞാലിടൂ. എന്നെ പതിയോടുകൂടെ അയക്കിടോ കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തുരുമയുമായി വാഴ്ക നീ സുഗ്രീവ. രാജ്യഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്നതാരയോടുത്തരമായ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ആരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വങ്മാംസരക്താസ്തി കൊണ്ടടോ. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലനുണ്ടാകായതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല ദുഃഖ വിഷയവും നല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളും ഇല്ല താപശീലാദിയുമില്ലെന്നറിയ നീ. സർവകൻ ജീവനേകൻ പരനദ്വയൻ നവ്യേനാകാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം. ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവ് ദേഹേന്ദ്രിയാഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവൻ എങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലും നൂനമനാദ്യ വിദ്യാബന്ധഹേതുന താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം. അവാത്തകമായതും സംസാരമോരാഗരോഷാദിസങ്കുലം. മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും
ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മാനസൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും ദ്വർണ്ണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ഞനാജിത്തെ വിചാരിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാലെത്തും ആത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബന്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദോ മനോഗുണാൽ സൃഷ്ടാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. ശുക്ലരക്താസിത ഭേദമയങ്ങളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങും ആ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനെന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഹടിയന്ത്രവത്സദാമായ ബലത്താലതാർക്കൊഴിക്കാമെടോ. യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിന് അപ്പോൾ അവൻ മദ്ദിശയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാകന്ത വേറൊന്നു നൂനമാത്മാവിതും സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രാഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കലത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തിയായാളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലപ്പോയി തെളിഞ്ഞിതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം. അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായ തുലോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ. ശ്രീരാമ രാമ വരദാഗ്രജ രാമ രാമ. ശ്രീരാമ രാമ രണകർക്കശ രാമ രാമ. ശ്രീരാമ രാമ ശരണം ഭവ രാമ രാമ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.